ഹേ ഗൈസ്, വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ മൂന്നാളെ ആ വണ്ടിയിലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടി മൊത്തം ഫുള്ളായി. വണ്ടിയിലുള്ളത് മൊത്തം നമ്മുടെ കുടുംബക്കാരൻ തന്നെ. ഇവരെയും കൂട്ടി പൊന്നാനിലെ ഒരു പരിപാടിക്ക് പോയി. ഞങ്ങൾ വണ്ടിയിൽ മൊത്തം ഇന്നെക്കാട്ടി കൂടുതൽ ഏജ് ഉള്ളവരായോണ്ട് കുടുംബശ്രീ ട്രിപ്പ് പോലെ എനിക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും. ചമ്മറോട്ട പാലത്തി തലന്ന് പുറത്ത് ട്രിപ്പിലാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ പൊന്നാനിൽ നമ്മുടെ മാമന്റെ വീട്ടിൽ. അപ്പോഴാണ് താത്താന്റെ കുട്ടി ഫോണും പിടിച്ച് വെച്ചാണ്ട് എന്റെ വീട്ടിൽ കാണുന്നത്. എന്താ ചെയ്യുക? അത് കണ്ടപ്പോ എനിക്ക് ആകാൻ പൊലിവായി. പൊലിവ് തീർക്കാൻ വേണ്ടി ഞാൻ നേരെ ഓടി മുന്നേറ്റത്ത്. അവിടെ ചെന്നപ്പോ മാമാരൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന പരിപാടിയില്ല. പിന്നെ ഞാൻ നോക്കില്ല, വേ ഉള്ളിക്കന്നെ നിങ്ങൾ വിചാരിക്കണ്ടോ പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മടിയോണ്ടല്ലേ അമ്മായിലൊക്കെ ഇപ്പോഴല്ലേ കാണുള്ളൂ, സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ ഇവിടെ എന്താ പറയട്ടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഒന്ന് വെയിറ്റ് ആക്കി ഞാൻ ഒന്നിന്റെ സീറ്റിലിരിക്കട്ടെ. സമാധാനായി. എന്റെ താത്താന്റെ കുട്ടിന്റെ 40 അതിന് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല, എന്നാലും കണ്ടന്റ് ക്ഷാമമായോണ്ട് വന്നു. അങ്ങനെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന വണ്ടിയിൽ തിരിച്ച് വീട്ടിൽ തന്നെ പോകും. പോകുമ്പോൾ നമ്മൾ പൊന്നാനിലുള്ള കർമാറോട്ടിയും കൂടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം വണ്ടി തന്നെ ഇപ്പൊ എല്ലാവർക്കും ഐസ്ക്രീം തിന്നാൻ പൂതിയായി. പിന്നെ ഒന്നും നോക്കില്ല, എല്ലാവർക്കും ഓരോ ചോക്കോബാർ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ വിട്ടു വണ്ടി. അങ്ങനെ അത് നിന്ന് ഞങ്ങൾ നേരെ പോകുമ്പോഴാണ് റോഡ് സൈഡിൽ പൊരിച്ചാടിന്റെ കട ഉണ്ടത്. പിന്നെ എല്ലാവർക്കും സേവനപ്പും പൊരിച്ചാടിയും വേണം. ഇല്ലാക്കി എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് നമ്മൾ ഈ സ്വന്തം മാമന നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിൽ തന്നെ എത്തി. അപ്പൊ സബ്സ്ക്രൈബ്